ഹലോ, നമുക്കിന്നൊരു ബീഫും കായയുടെ റെസിപ്പി ഉണ്ടല്ലോ. ഇതെൻ്റെ റെസിപ്പി ആട്ടോ. നമുക്ക് ഇതിലോട്ട് ആദ്യം തന്നെ ബീഫും കറിവേപ്പില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, ചതച്ചമുളക്, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു 4-5 വിസിലെങ്കിലും മിനിമം വേണ്ടി വരും കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, വേവിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമ്മൾ ചട്ടി വെച്ചു, അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ വേണേ, വെളിച്ചെണ്ണ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടു. അതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോൾ ഉള്ളി, ചെറിയുള്ളി, സബോള, പച്ചമുളക് ഇതെല്ലാം ഇട്ടു. ഉള്ളി എന്തോരം കൂടുന്നു അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ചതയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാം. ഉള്ളിയൊക്കെ അങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ അരിയണം നിർബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം കേട്ടോ. എന്നിട്ട് മല്ലിപ്പൊടി കുറച്ച് മതിയേ, അധികം വേണ്ട. പിന്നെ നമ്മൾ ഗരം മസാല ഇട്ടുണ്ട്, അതിൻ്റെ ക്ലിപ്പ് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഇത് മീറ്റ് മസാലയാണ്, ഇപ്പോഴത്തെ മീറ്റ് മസാലയാണ്, അതിടുക. അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് നമ്മുടെ കറിക്ക് എരി വരുന്നത്. അത് കഴിഞ്ഞിട്ട് ജീരകപ്പൊടി ഓപ്ഷനല്ല കേട്ടോ, ജീരകത്തിന് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി അത്യാവശ്യം നന്നായിട്ട് ഇടുന്നുണ്ട്, നല്ലൊരു കളർ വരെ. എരിവുണ്ടാവില്ലല്ലോ, അപ്പോൾ കളറിന് വേണ്ടി അത്യാവശ്യം നന്നായിട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളുടെ ബീഫിൽ നിന്ന് കുറച്ച് നെയ്യുടെ എടുത്ത് അതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ബീഫ് അതിലോട്ട് തട്ടി കൊടുക്കാം. അങ്ങനെ ബീഫ് എക്സിട്ട് നന്നായിട്ട് തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ എന്ത് ചെയ്യുക, അടച്ചു വയ്ക്കുക. ആ സമയം കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ കായ അരിഞ്ഞ് അതിൻ്റെ കറയൊക്കെ കളഞ്ഞാണ് ഈ ബീഫ് ഉണ്ടാക്കി അതേ കുക്കറിലോട്ട് ഇടുക. എന്നിട്ട് അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, വേവിക്കാൻ വേണ്ടി വയ്ക്കുക. അധികം സമയമൊന്നും വേണ്ട. ആ സമയം കൂടെ നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ബീഫിന് ഈ സമയത്ത് തിന്നാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. കായ ഇട്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കായ ഇടാത്തവർക്കാണെങ്കിൽ അങ്ങനെ തന്നെ തിന്നാം. നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കായ വേണം, അപ്പോൾ നമ്മൾ കുറച്ച് കായിട്ട് 5 മിനിറ്റ് നേരത്തേക്ക് വേവിക്കാൻ വെച്ചു. നമ്മുടെ ബീഫ് കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്.